ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ മോമോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ മോമോനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ പോകുന്നതാണ് ഈ കാണുന്നത്. മോമോയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെ പോയാലും കൊണ്ടുപോകാറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ബാഗിലാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ആൾ ഭയങ്കര ഇഷ്ടമാണ് ബാഗിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോയി. മോളുടെ ബർത്ത്ഡേയും കൂടെയാണെന്ന്. മോമോൻ്റെ മാത്രമല്ല, രണ്ടാളുടെയും കൂടെ ബർത്ത്ഡേ ആണ്. മോമോയ്ക്ക് 1 വയസ്സാണ്. അപ്പോൾ കൂടുതലിരുന്ന ആൾ ആ ബാഗിലിരുന്ന് ആൾ കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എൻ്റെ മൂത്ത മോളാണ് മോമോനെ കൊണ്ടുപോകുന്നത്. പിന്നെ ബാഗിലിരുന്ന് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പോവുകയാണ് കേട്ടോ ആൾ. ഇതെവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പം അവർ ഗ്രൂമിങ്ങിനൊക്കെ പോയിട്ട് വരട്ടെ, നമുക്ക് കാണാം. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് മോമോനെ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ മോമോയ്ക്ക് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല, കാരണം അവൾക്ക് ഇനിയും പോകണം, യാത്രയാണ് പുള്ളിയുടെ ഇഷ്ടം. അപ്പോൾ ബാഗിൽ നിന്ന് ഇറങ്ങാഞ്ഞിട്ട് തള്ളി ഇറക്കുകയാണ്, മോമോ ഇറങ്ങുമെന്നും പറഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരമായി, കേക്ക് മുറിക്കാൻ പോകണം. അപ്പം മോമോയ്ക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി ഉടുപ്പൊക്കെ ഇടിയിക്കുകയാണ് കേട്ടോ. മോമോൻ്റെ ഒരു കുഞ്ഞ് പൂച്ചയുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് കേക്ക് മോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിക്ക് വേണ്ടിയുള്ള കേക്കും മോള് തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മോമോയ്ക്കൊരു ചോക്ലേറ്റ് കേക്കും അമ്മുക്കുട്ടനൊരു റെഡ് വെൽവെറ്റ് കേക്കുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട ആൾ ഇപ്പം ഞങ്ങൾ അടുത്ത യാത്ര പോകുമെന്ന ഭാവത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി വന്നെടുത്തുകൊണ്ട് നമുക്ക് കേക്ക് മുറിക്കാൻ പോകാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ മോമോനെ. മോമോ വിചാരിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ ചേച്ചിക്ക് അമ്മുക്കുട്ടിക്കും ചേച്ചി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡെക്കറേഷനൊന്നും അമ്മുക്കുട്ടി അറിയാതെ ചെയ്തതാണ് അതൊക്കെ. അപ്പോൾ അമ്മുവും ആകെ ഇതായി, ഇതൊക്കെ എപ്പോൾ ചെയ്തു എന്നുള്ള രീതിക്ക് അമ്മുവും കയറി വന്നു. അപ്പോൾ അവിടെ 2 കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മു മേളിൽ നിന്ന് താഴേന്ന് വരികയാണ് കേട്ടോ മുകളിലേക്ക്. അമ്മുവിനെ കുറേ സമയത്തേക്ക് ഞാൻ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ടാണ് ചേച്ചി ഇതൊക്കെ അമ്മുവിന് വേണ്ടിയിട്ട് ചെയ്തത്. കേക്കൊക്കെ ഉണ്ടാക്കിയത് ചേച്ചി തന്നെയാണ് അനിയത്തിക്ക് വേണ്ടിയിട്ട്. ഇതാ അമ്മുവിന് ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡെക്കറേഷൻ, കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ. അപ്പോൾ നമുക്ക് മോമോയ്ക്ക് 1 വയസ്സായതുകൊണ്ട് 1 വയസ്സിൻ്റെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടാണ് കേക്ക് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ മോമോനെ മടിയിൽ വെച്ചിട്ട് ഇരിക്കുകയാണ്. എന്താവോ എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ കേക്ക് മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തിയപ്പോഴൊക്കെ ആളിരുന്നു. പിന്നെ പെട്ടെന്ന് ആളൊന്ന് ചാടിപ്പോയി. പിന്നെ ഞങ്ങൾ രണ്ടാമത് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് മോമോനെ കൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിപ്പിച്ചത്. മോമോൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആൾ കയ്യിൽ നിന്ന് ചാടിപ്പോയിരുന്നു. പിന്നെ എടുത്തിട്ട് കേക്കൊക്കെ മുറിച്ചു. മോമോയ്ക്ക് കേക്ക് കൊടുക്കില്ല, കേക്കല്ല നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കൊടുക്കില്ല. മോമോയ്ക്ക് മോമോൻ്റെ ഫുഡ് മാത്രമേ വാങ്ങിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ കേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ചേച്ചിയുടെ കേക്കിലേക്ക് കട്ട് ചെയ്യാം. അമ്മുക്കുട്ടിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അറിയാമല്ലോ, കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റും നിൽക്കുന്നവരുടെ വായിൽ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. കേക്ക് കട്ട് ചെയ്തു, എൻ്റെ വായിൽ വെച്ച് വന്നു, ചേച്ചിയുടെ വായിൽ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കുന്നത്. അപ്പോൾ ബോറടി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ഒരു സന്തോഷം, എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ, ബർത്ത്ഡേ. പക്ഷെ ഞങ്ങൾ മോമോൻ്റെ മോളുടെ ഒരു ദിവസം വന്നതുകൊണ്ട് അങ്ങനെ അത് ഞങ്ങൾക്കൊരു വളരെ സന്തോഷമായിരുന്നു. കാരണം
രണ്ടുപേർക്കും 2 തരം കേക്ക് ഉണ്ടാക്കി, രണ്ടുപേരും കട്ട് ചെയ്തു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ മോമോ വിചാരിച്ച ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ യാത്ര പോകുമെന്ന് കരുതിയ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പം പക്ഷെ ഉടുപ്പൊന്നും ഊരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ആ ഉടുപ്പിട്ടുകൊണ്ട് തന്നെയാണ് ആൾ നടന്നത്. പിന്നെ നമ്മൾ കിടക്കാൻ നേരത്താണ് പോയിട്ട് ഉടുപ്പൊക്കെ ഊരി വാങ്ങിയത്. ഉടുപ്പൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. തന്നെ മോമോയ്ക്ക് കുറേ ഉടുപ്പുകളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മുക്കുട്ടീൻ്റെ ചേച്ചി അമ്മുക്കുട്ടി അറിയാതെ ഒരു ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മുക്കുട്ടിയുടെ ചെറിയ കുട്ടിക്കാലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം അത് കൊടുത്തപ്പോൾ അമ്മുക്കുട്ടിയുടെ റിയാക്ഷനാണ് ആ കാണുന്നത്. അത് അമ്മ അറിയാതെ ചെയ്തതാണ്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു, ഞങ്ങൾ കഴിച്ചു. മോമോൻ്റെ ഫുഡ് മോമോയ്ക്ക് കൊടുക്കുകയാണ്, കാരണം കേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മോമോയും ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ. മോമോൻ്റെ ഫുഡൊക്കെ കഴിച്ച് മോമോ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ആൾ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.